ഏറ്റവും പ്രധാനമായിട്ട് നാവികസേനയുടെ പരിശോധനകളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങാനാകുമോ എന്ന് അവർ പരിശോധിക്കുന്നു. പുഴയിലെ ഒഴുക്കിനെ കുറിച്ച് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് അനുമതി ആവശ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് പറയാനുള്ളത് ആ സംഘത്തിന് ആ പുഴയിലേക്ക് ഇറങ്ങാനുള്ള അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം ഇപ്പോൾ പുഴയിലേക്ക് മുങ്ങാങ്കുഴിയിടും ഊളിയിടും. അതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോന്നും സ്പർശിച്ചു നോക്കി ഈ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ 4 സ്പോട്ടുകളിലും ഇറങ്ങുക എന്നാണ് അവർ പറയുന്നത്. അതിനനുസരിച്ചുള്ള പരിശോധനകൾ നടത്തും. ഇപ്പോഴാണ് ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ അവർക്ക് അതിന് അനുമതി കിട്ടിയിട്ട്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞത് അത്തരമൊരു അനുമതി കിട്ടുന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. പക്ഷേ ഇവരുടെ പ്രാദേശികമായി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പരിചയമുണ്ട് എന്നുള്ള അവരുടെ ആത്മവിശ്വാസം കൂടി പരിഗണിച്ച് അവരുടെ പ്രാദേശികമായ അവരുടെ അനുഭവ സമ്പത്ത് കൂടി പരിഗണിച്ച് അവർക്ക് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. കൂടുതൽ എന്താണ് വിവരങ്ങൾ വരാനുള്ളത് എന്നുള്ളതാണ് ശ്രീധർ. സ്വാഭാവികമായിട്ടും നിർണായകമാകാൻ പോകുന്നത് ഇവരെന്ത് കണ്ടെത്തുമെന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും അവരുടെ കണ്ടെത്തൽ, അതായത് നേരത്തെ ഈശ്വർ മാൽപ്പയോട് സംസാരിക്കുമ്പോൾ 100 അടിയിലേക്ക് വരെ പോകാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ മുന്നേ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. 1000-ഓളം ഇത്തരം ഓപ്പറേഷനുകളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഈ കുത്തൊഴുക്കിനെ ഭേദിച്ചുകൊണ്ട് അവർക്ക് താഴേക്ക് പോകാനാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും നാവികസേനയുടെ അനുമതി കിട്ടി എന്നുള്ളതാണ്. അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങൾക്ക്, പ്രാദേശികമായി ഈ പുഴയെ അറിയുന്ന ആളുകൾക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്ത തന്നെയാണ്. നമ്മളോടത് ഇപ്പോൾ ഈ ഏകോപനത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ നമ്മളോടത് സ്ഥിരീകരിക്കുന്നുണ്ട്.